ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ കൊൽക്കത്ത വേഴ്സസ് LST തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഏപ്രിൽ 8-ാം തീയതി 2 മത്സരങ്ങളുണ്ട്. 3:30 ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബും ചെന്നൈയും തമ്മിലുള്ള മത്സരം അതും 7:30 ചൊവ്വാഴ്ചയായിട്ട് എന്താവന്മാർ 2 മത്സരം നടത്തണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റി ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. KKR വേഴ്സസ് നമ്മുടെ LST തമ്മിലുള്ള മത്സരം മാച്ച് നമ്പർ 21 ആണ്. മത്സരം നടക്കുന്നത് ഏപ്രിൽ 8-ാം തീയതി കൃത്യം 3:30 നമ്മുടെ ഏഡൻ ഗാർഡൻസ്, അതായത് നമ്മുടെ കൊൽക്കത്ത ഹോം ഗ്രൗണ്ടിലാണ് ഒരു മാച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്സരത്തിലോട്ട് ഇടക്കാൻ നമ്മുടെ കൊൽക്കത്തയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കൊൽക്കത്ത ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. കൊൽക്കത്ത പ്ലേയേഴ്സിനൊക്കെ നല്ല രീതിയിൽ അവിടെ വശമുണ്ട്. നല്ല രീതിക്ക് അവർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും ഈ ഒരു മത്സരം എന്തായാലും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ ഏകദേശം ബൗണ്ടറി ഡിസ്റ്റൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് 66 to 68 ആ ഒരു മീറ്റർ റേഞ്ചിലാണ് ബൗണ്ടറി വരുന്നത്. സ്ട്രൈറ്റ് ബൗണ്ടറി വരുന്നത് 76 to 78 മീറ്റേഴ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ പിച്ച് ഓവറോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ഗ്രൗണ്ടാണ്. സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബൗളേഴ്സിനും അതുപോലെ തന്നെ ബാറ്റ്മാനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കൂടുതൽ നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടാണ്. മാച്ചിൽ നല്ല രീതിയിൽ റൺസ് വരുന്നതന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബൗളിങ്ങിലാണെങ്കിൽ തന്നെ നമുക്ക് സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബൗളേഴ്സിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓവറോൾ ഇവിടെ മത്സരം നടന്നത് 95 മത്സരങ്ങളാണ്. ആവറേജ് സ്കോർ 175 റൺസിന് എബോ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം 40 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം 55 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ വിന്നിങ് ആനുള്ള പോസിബിലിറ്റി സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമായിരിക്കും. സോ ആ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ അതുപോലെ തന്നെ സ്കോറിംഗ് പാറ്റേൺസ് വരുന്ന സമയത്ത് 150 റൺസിന് മുകളിൽ ഏകദേശം 27 മത്സരങ്ങളും, 150 to 169 ആ ഒരു റേഞ്ചിൽ ഏകദേശം 21 മത്സരങ്ങളും, 170 to 189 ആ ഒരു റേഞ്ചിൽ ഏകദേശം 28 മത്സരങ്ങളും, 190 മുകളിൽ 19 മത്സരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബൗളിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ഏകദേശം 95 മത്സരങ്ങളിൽ കൂടെ 421 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സിനും 316 വിക്കറ്റ് സ്പിന്നേഴ്സിനുമാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കൂടുതലും രണ്ട് കൂട്ടർക്ക് സപ്പോർട്ട് ആവുന്ന രീതിക്ക് തന്നെ ഒരു ടീം ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് 2 പ്ലെയേഴ്സിനെ എടുക്കുകയാണ്, ഒരു ടീമിൽ നിന്ന് 2 പ്ലെയേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഓൾറൗണ്ടറായിട്ട് ഒരു സ്പിന്നറും അതുപോലെ തന്നെ ഒരു മെയിൻ സ്പിന്നറായിട്ട് ഒരാൾ ടീമിലോട്ട് കൊണ്ടുവരുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു മാച്ചിൽ. അത് ആരൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതിന് കൂടെ ഞാൻ ഒരു വീഡിയോയിൽ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സൊക്കെ നോക്കുന്ന സമയത്ത് ഇതുവരെ 5 മത്സരങ്ങളാണ് LSTയും KKR നമ്മൾ ഏറ്റുമുട്ടിയിട്ടുള്ളത്. 3 പ്രാവശ്യം LST, 2 പ്രാവശ്യം KKR ആണ് വിൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്ലെയേഴ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ അതുപോലെ തന്നെ ക്യാഷ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഞാനിവിടെ ആദ്യം തന്നെ പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുബേര ഫാൻറ്റസിയെ പറ്റിയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ ഫീച്ചർ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഡിയോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെങ്ങനെ കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചെറിയൊരു കോൺടെസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു മാച്ചിൽ ആരായി നന്നായി കളിക്കാമെന്നാണ് നമുക്കൊരു ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പേര് ഒരാൾ പറഞ്ഞിട്ട് സായി സുദർശനാണ്, ഒരാൾ പറഞ്ഞിട്ടുണ്ട് അഭിഷേക് ശർമ്മയാണ്. അപ്പോൾ നമ്മൾ നേരെ ബട്ട്ലറിനെ ചൂസ് ചെയ്തു. ഇപ്പോൾ ഈ 3 പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ഈ 3 പ്ലെയേഴ്സിൽ നമ്മൾ ചൂസ് ചെയ്ത ബട്ട്ലറാണ് കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ചാൽ നമ്മൾ പിന്നെ ഇത്രയേ ഉള്ളൂ, ഒരു പ്ലെയറിനെ നോക്കിയാൽ മതി. റീസെൻ്റ് ഡൽഹി ചെന്നൈ തമ്മിൽ നടന്ന മത്സരത്തിൽ ഞാൻ ഗെയ്ക്വാഡിനെ പിക്ക് ചെയ്തത്. എൻ്റെ ഓപ്പോസിറ്റ് രച്ചിൻ രവീന്ദ്ര ആകെ 3 റൺസ് എടുത്തുള്ളൂ, ഗെയ്ക്വാഡ് 5 റൺസ് എടുത്തു. 2 പോയിന്റിനാണ് ഞാൻ ജയിച്ചത്. എത്ര രൂപ വിൻ ചെയ്തല്ലോ. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചറാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കുബേര ഫാൻറ്റസിയിലാണെങ്കിൽ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ സ്പോട്ടിൽ ബോണസ് കിട്ടും. ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡ്യൂ ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ഡ്യൂ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിൽ നന്നായി കളിക്കാൻ ചാൻസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 പേരെ പിക്ക് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇവിടെ ബട്ട്ലറും അതുപോലെ തന്നെ ഈ ബൗളിങ്ങിൽ നമുക്ക് സിരാജ് ആണെങ്കിൽ നമ്മുടെ ബട്ട്ലറും സിരാജുമായിട്ടൊരു ഇത് നമ്മൾ കൊണ്ടുവന്നു. നമ്മുടെ ഓപ്പോസിറ്റ് ഇതുപോലെ കുറേ കോമ്പിനേഷൻ വരും. നമ്മൾ പിക്ക് ചെയ്ത കോമ്പിനേഷനെ കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ച് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന വേറൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ചോയ്സ് 11. ഇതിലും അതേപോലെ തന്നെ നമുക്ക് ഡ്യൂ ഓപ്ഷനൊക്കെ പിക്ക് ചെയ്ത് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിലിവിടെ വന്നതിൻ്റെ പേര് കോപ്പ് എന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയത് കണ്ടില്ലേ, ഞാൻ ഇന്നലെ ചുമ്മാ കളിച്ചിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ
സിമ്പിളായിട്ട് കാണിച്ചിട്ട് നമ്മളെ ഗെയ്ക്വാഡിനെയാണ് ഞാൻ പിക്ക് ചെയ്തത്. നമ്മുടെ ഓപ്പോസിറ്റ് രച്ചിൻ രവീന്ദ്രയായിരുന്നു. 10 പോയിന്റ് ഗെയ്ക്വാഡിനുള്ളൂ, ഓപ്പോസിറ്റിന് എന്താ 7 പോയിൻ്റേ ഉള്ളൂ. ഈസി ആയിട്ട് പിന്നെ അങ്ങനെ നല്ല രീതിയിൽ ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഫീച്ചർ ഉണ്ട് നമ്മുടെ ചോയ്സ് 11 നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ സ്പോട്ടിൽ ബോണസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പോർട്ടസ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പോപ്പ് ഓപ്ഷൻ ഇവിടെയുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്പ് കൂടിയാണിത്. ഇതും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ആരെ നന്നായി കളിക്കാൻ നമ്മളോട് ചോദിച്ചു, നമ്മളിവിടെ ആളെ പിക്ക് ചെയ്തു മുന്നോട്ട് പോയി. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടീം ഇടാൻ വേണ്ടി നല്ലൊരു ആപ്പാണ് നോക്കുന്നതെന്ന് വെച്ചാൽ GST TDS അതുപോലെ തന്നെ അവർക്ക് ആർക്ക് കൊടുക്കുന്ന കമ്മീഷനും കുറച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു കിഡിലൻ ഫാൻറ്റസി ആപ്പാണ്. എൻട്രി ഫീസ് 1 രൂപ തുടങ്ങി കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് 47 രൂപ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ആദ്യത്തെ യൂസറിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവർ ഫ്രീ ആയിട്ട് 1 lakh rupees ഡെയിലി GUI കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വന്നതിന് 20,000, സെക്കൻഡ് വന്നതിന് 10,000, തേർഡ് വന്ന 5,000, അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് പോകുന്നത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് 11 ആണെങ്കിൽ ഇതുപോലെ തന്നെ TDS GST ഒന്നുമില്ല. ഞാൻ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനിലും TDS GST ഇല്ല. അതുപോലെ തന്നെ ക്യാഷ് കൂടുതൽ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ ഉണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡിസ്കൗണ്ട് ബോണസ് ആയാലും എല്ലാം ഈ ഒരു XL11 ആയാലെങ്കിലും വിഷൻ 11 ആണെങ്കിലും എല്ലാവരും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കളിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇനിയിപ്പോൾ ഡിസ്ക്രിപ്ഷൻ വഴി ലിങ്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ലിങ്ക് അവിടെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ KKR കളിക്കാൻ പോകുന്ന 12 പ്ലെയേഴ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡീകോക്ക്, അതുപോലെ തന്നെ സുനിൽ നരേൻ, അജിൻകെ രഹാനെ, അതുപോലെ നമ്മുടെ വെങ്കിടേഷ് അയ്യർ, അതുപോലെ നമ്മുടെ രഘുവൻഷി, അതുപോലെ നമ്മുടെ റിങ്കു സിംഗ്, ആൻഡ്രിയ റസൽ, രമദീപ് സിംഗ്, അതുപോലെ തന്നെ മൊയിൻ അലി, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, വൈഭവ് ആര, ഇത്രയും പേരാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ പ്ലെയേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ ഇവരുടെ കീ പ്ലെയേഴ്സും അവരുടെ റെക്കോർഡ്സാണ് ഈ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡീകോക്കാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് റീസെൻറ്റ് 2 മത്സരങ്ങളും 1 റൺസിനാണ് ഔട്ടായി പോയത് അദ്ദേഹം. അതിന് മുന്നേ മത്സരം കളിച്ചതിൽ 97 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൗണ്ടിൽ 8 മത്സരം കളിച്ച് അദ്ദേഹത്തിന് 70 റൺസ് ആവറേജ് ഉള്ളത്. അതുപോലെ തന്നെ സുനിൽ നരേനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 60 ഇന്നിങ്സ് കളിച്ചിട്ട് അദ്ദേഹം 610 റൺസും 72 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് LSE ആയിട്ട് 5 മത്സരം കളിച്ചിട്ട് 331 റൺസ്, അതുപോലെ തന്നെ 5 വിക്കറ്റുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അജിൻകെ രഹാനെ പറ്റിയാണ് അടുത്തായിട്ട് പറയാനുള്ളത്. അജിൻകെ രഹാനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിൽ ഏകദേശം 13 ഇന്നിങ്സ് കളിച്ച് 325 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് LSE ആയിട്ട് 2 ഇന്നിങ്സ് കളിച്ച് 37 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യർ അദ്ദേഹം 15 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 340 റൺസ് പെർ മാച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് LSE ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 25 റൺസ് മാത്രമേ എടുത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആവറേജ് ഏകദേശം ഈ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 25 തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ രഘുവാൻഷിയാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 5 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 120 റൺസ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് LSE ആയിട്ട് 2 മത്സരം ഏറ്റുമുട്ടിയിട്ട് അദ്ദേഹം 39 റൺസാണ് എടുത്തുള്ളത്. അടുത്ത റിങ്കു സിംഗ് ആണ്. 19 ഇന്നിങ്സാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചത്. 457 റൺസ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് LSE ആയിട്ട് 4 മത്സരം ഏറ്റുമുട്ടി 124 റൺസുമാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മുടെ ആൻഡ്രിയ റസലാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 42 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 961 റൺസ്, 41 വിക്കറ്റുമാണ് നമ്മളെ KKRന് വേണ്ടി ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ LSE പറ്റി എഗെയിൻസ്റ്റായി കളിക്കുകയാണെങ്കിൽ 5 മത്സരം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 69 റൺസും 5 വിക്കറ്റ് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് LSE ആയിട്ട്. രമദീപ് സിംഗ് ആണ്. അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 6 മത്സരം കളിച്ച് 89 റൺസും, അതുപോലെ തന്നെ 1 മത്സരം കളിച്ച് LSE ആയിട്ട് 25 റൺസും മാത്രമേ എടുത്തിട്ടുള്ളൂ. മൊയിൻ അലി ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം ഏറ്റുമുട്ടി 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് LSE ആയിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 84 റൺസും 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹർഷിത് റാണ ഈ ഒരു ഗ്രൗണ്ടിൽ 13 ഇന്നിങ്സ് കളിച്ചിട്ട് 16 വിക്കറ്റ്സ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് LSE ആയിട്ട് 4 മത്സരം കളിച്ച് 4 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. വരുൺ ചക്രവർത്തി ആണെങ്കിൽ 17 ഇന്നിങ്സാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചത്, 22 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് LSE ആയിട്ട് 4 മത്സരം കളിച്ച് 5 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. വൈഭവ് ആര അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 8 ഇന്നിങ്സാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചത്, 10 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് LSE ആയിട്ട് 3 മത്സരം കളിച്ച് 3 വിക്കറ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ LSE പ്രോബബിൾ 12 പ്ലെയേഴ്സും അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റ്സുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാർക്കോണ് അടുത്ത ആദ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ മിച്ചൽ മാർഷ്, നിക്കോളാസ് പോറൻ, തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഋഷഭ് പന്ത്, ഡേവിഡ് മില്ലർ, ആയുഷ് ബദോനി, അബ്ദുൽ സമാദ്, ഷർദുൽ താക്കൂർ, ആകാശ് ദീപ്, അതുപോലെ തന്നെ ദിഗ്വേഷ് റാത്തി, അതുപോലെ നമ്മുടെ ആവേശ് ഖാൻ, രവി വിഷ്ണു, ഇത്രയും പേരെ നമ്മുടെ LSE-ലുള്ളത്. അതുപോലെ തന്നെ LSE കീ പ്ലെയേഴ്സും അവരുടെ റെക്കോർഡ്സാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാൻ മാർക്കോണ് 2 ഇന്നിങ്സാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള 68 റൺസ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് KKR ആയിട്ട് 7 ഇന്നിങ്സ് ഏറ്റുമുട്ടി 247 റൺസ് 1 വിക്കറ്റുമാണ് അദ്ദേഹം നേടിയിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്കാണ് അടുത്തായിട്ടുള്ളത്. 4
ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 20 റൺസ് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിക്കോളസ് പൂറനാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 103 റൺസാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് KKR ആയിട്ട് 10 മത്സരം കളിച്ചിട്ട് 217 റൺസ് നേടിയിട്ടുണ്ട്. ഋഷഭ് പന്ത് 4 മത്സരമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുള്ള 122 റൺസ് നേടിയിട്ടുള്ളൂ. അഗേൻസ്റ്റ് KKR ആയിട്ട് 16 ഇന്നിങ്സ് ഏറ്റുമുട്ടി 385 റൺസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുഷ് ബദോനി 2 മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചില്ല 54 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് KKR ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ചിട്ട് 84 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ അദ്ദേഹം 8 ഇന്നിങ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 245 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് KKR ആയിട്ട് 15 ഇന്നിങ്സ് ഏറ്റുമുട്ടി 284 റൺസ് നേടിയിട്ടുണ്ട്. അബ്ദുൽ സമദ് അദ്ദേഹം ഒരു മത്സരമാണ് കളിച്ചുള്ള 5 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ. അഗേൻസ്റ്റ് KKR ആയിട്ട് 5 മത്സരം കളിച്ചിട്ട് 123 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ 6 ഇന്നിങ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചത് 64 റൺസും 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 84 റൺസും 5 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് KKR ആയിട്ട് അദ്ദേഹം 11 ഇന്നിങ്സ് ഏറ്റുമുട്ടി 40 റൺസും അതുപോലെ തന്നെ 12 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ആവേശ് ഖാനെ പറ്റി പറയുമ്പോൾ 2 മത്സരമാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ച് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗേൻസ്റ്റ് KKR ആയിട്ട് 7 ഇന്നിങ്സ് കളിച്ച് 12 വിക്കറ്റ് നേടിയിട്ടുണ്ട്. രവി ബിഷ്ണോയ് 3 ഇന്നിങ്സാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചുള്ള 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗേൻസ്റ്റ് KKR ആയിട്ട് 9 മത്സരം കളിച്ച് 10 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ആകാശ് ദിബാഗണെങ്കിൽ 1 മത്സരം ഇവിടെ കളിച്ചുള്ളൂ 0 വിക്കറ്റ്സാണ് നേടിയിട്ടുള്ളത്. അഗേൻസ്റ്റ് KKR ആയിട്ട് 2 മത്സരം കളിച്ച് 3 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ദിഗ്വേഷ് റാത്തി ഇതുവരെ കളിച്ചിട്ടുമില്ല, ഈ ഒരു ഗ്രൗണ്ടിലും കളിച്ചിട്ടില്ല, അഗേൻസ്റ്റ് ആയിട്ടും കളിച്ചിട്ടില്ല. ഇനി അടുത്തായി പറയാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് തന്നെ നിങ്ങൾ ട്രൈ ചെയ്തോ. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ നമ്മുടെ പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചോയ്സിൽ തന്നെ ആപ്ലിക്കേഷനാണ് എടുക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ മാച്ച് എടുക്കാം. എവിടെ LST വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നിക്കോളസ് പൂറൻ അതുപോലെ തന്നെ ഡീക്കൊക്കെ 2 പേരുണ്ട്. 2 പേരെയും കൊണ്ടുവരിക, പന്തിനെ കൊണ്ടുവരിക. കാരണം പന്തൊരു മത്സരം ഏതെങ്കിലും ഒരു മത്സരം നല്ല രീതിയിൽ കത്തിക്കയറും. നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏത് മത്സരവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല, അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. സോ ഞാനിവിടെ താക്കൂറിനെ എടുത്തിട്ടുണ്ട്, LST ഒരു ഫാസ്റ്റ് ബോളർ. അതുപോലെ നമ്മുടെ കൊൽക്കത്തയിലത്തെ ഒരു ഫാസ്റ്റ് ബോളറായിട്ട് റാണയെ എടുത്തിട്ടുണ്ട്. ഒരു സ്പിന്നറായിട്ട് ചക്രവർത്തിനെ എടുത്തിട്ടുണ്ട്. അതുപോലെ സുനിൽ നാരായൺ മറ്റൊരു സ്പിന്നറാണ്. ദെൻ മാർക്കത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ടീമിലോട്ട്. അതുപോലെ തന്നെ റസലിനെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ മിച്ചൽ മാർഷ്, രഹാനെ, രഘുവാൻഷി നല്ലൊരു ഓപ്ഷനാണ്. റീസെൻറ്റ് പെർഫോമൻസ് നല്ലതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ടീം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഓൾറൗണ്ടറിനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ട് നമ്മുടെ താക്കൂറായിട്ട്, ഇവിടെ ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ട് ഹർഷിത് റാണയായിട്ട്, പിന്നെ ഒരു സബ്ബായിട്ട് നമ്മുടെ റസൽ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ KKR സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് LST ഒരു ഫാസ്റ്റ് ബോളർ പ്ലസ് ഓൾറൗണ്ടറിനെ കിട്ടുകയാണെങ്കിൽ നന്നായി. പക്ഷേ അങ്ങനെ ഒരു പ്ലെയർ നമ്മുടെ LST ഇല്ല. സോ അതിനു വേണ്ടി നമ്മൾ ഏതെങ്കിലും LST ഒരു ഫാസ്റ്റ് ബോളറിനെ തന്നെ എടുക്കാം, ആവേശ് ഖാനെ എടുക്കാം. നമ്മളെ ടീം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ക്യാപ്റ്റൻസി ഞാൻ പോകുന്നത് സുനിൽ നാരായണയാണ്. നല്ല റൺസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഇന്നത്തെ മത്സരം നന്നായി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ നിക്കോളസ് പൂറൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഡീകോക്ക് ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഒരു വൈസ് ക്യാപ്റ്റൻസിക്ക്. നമ്മൾ ജസ്റ്റ് ഒരു ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമൊന്ന് നോക്കാം. നമ്മുടെ ഡീകോക്ക്, നിക്കോളസ് പൂറൻ, അജിൻകെ രഹാനെ, മിച്ചൽ മാർഷ്, അതുപോലെ തന്നെ നമ്മുടെ ആന്ധ്ര റസൽ, അതുപോലെ സുനിൽ നാരായൺ, മാർക്കം, ഹർഷിത് റാണ, താക്കൂർ, ആവേശ് ഖാൻ, വരുൺ ചക്രവർത്തി. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിലൊക്കെ ക്യാഷ് ബോണസ് കിട്ടും. TDS GST ഒന്നുമില്ലാത്ത ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇത്രയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഗുഡ് ബൈ.